പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളം നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് മധ്യയാണ് കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങൾക്ക് മധ്യേ കടന്നു പോകുമ്പോൾ അതൊക്കെ പ്രാദേശികമായിട്ട് ചർച്ചയാകുമെന്നും അടുത്ത ബോർഡിൽ, അടുത്ത പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും കൂടെ കൊടുക്കുന്നതാണ് ഓരോ ഇലക്ഷനും. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ആ പ്രതീക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഭരണമുന്നണി, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ചയായോ എന്ന് ചോദിച്ചാൽ 100% ചർച്ചയായില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ എറണാകുളത്ത് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും പോകുമ്പോൾ നമ്മളുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ഉണ്ടാകുന്ന വലിയ മാലിന്യ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല. കാരണം മാലിന്യ പ്രശ്നത്തിന്റെ പ്രത്യേകത എന്താ? ഈ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിവിധി കണ്ടെത്തുന്നത് അതാത് സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളാണ്. അത്തരത്തിലുള്ള പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി തന്നെ മാലിന്യ പ്രശ്ന പരിഹാരവും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തലൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ എവിടെയും ചർച്ചയായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റ് ആണ്. കൊയ്ത്ത് തീർത്തിട്ട് കൊയ്ത്തിന്റെ കൂലി കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം, നെല്ല് സംഭരണം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല. പല പല പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത നെല്ലിന്റെ തന്നെ കൂലി കിട്ടിയിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. ഈ പ്രാവശ്യം കൊയ്തത് പോലും എടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈകോ പല രീതിയിൽ പരിശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. മില്ലുകള് ആ സമയത്ത് കർഷകർക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം ജനകീയ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല. അതുപോലെ മലയോരത്ത് എന്ന് പറയുമ്പോൾ മലയോരത്ത് മാത്രമല്ല, ഇപ്പൊ നഗരങ്ങളിലും വന്യമൃഗാക്രമണം അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ സമയത്ത് തന്നെയാണ് ഒന്ന് രണ്ട് പേരെ ആന ചവിട്ടിക്കൊല്ലുകയും അത് വന്യമൃഗ ആക്രമണത്തിൽ മരിക്കുകയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഉണ്ടായത്. പട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ, വയനാട്, തൃശ്ശൂര് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു വാർത്തയായില്ല. ആ വാർത്തയെല്ലാം മുക്കിക്കളഞ്ഞ എന്താണ്? രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുകയും, ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ദിവസം TV തുറന്നു നോക്കുമ്പോ രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് ദിലീപ് ഉറക്കമുണർന്നു എന്നുള്ള വാർത്തയാണ്. ദിലീപ് എണീറ്റു, ദിലീപ് കുളിക്കുന്നു, ദിലീപ് നടക്കുന്നു, ദിലീപ് ഭക്ഷണം കഴിക്കുന്നു, ദിലീപ് കാറിൽ കയറുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, കോടതിയിലേക്ക് ദിലീപ് എത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരെന്ന് പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ വാർത്ത ചെയ്യിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇവിടെ ജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അടുത്തൊരു കാര്യം, ഇവിടെ ചർച്ച ചെയ്യാതെ പോയൊരു കാര്യമുണ്ട്. കടുത്ത ട്രഷറി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അവര് ഓരോ ബഡ്ജറ്റിലും വെച്ചിരുന്ന ഫണ്ടുകൾ എന്തുമാത്രം വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞു, ഇല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്ത് നടത്തേണ്ടിയിരുന്ന പല പ്രവർത്തനങ്ങളും അത് ഒരു രീതിയിലേക്കും എത്തിയില്ല എന്നുള്ളത് പല പഞ്ചായത്തുകളുടെയും കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ മൊത്തം 27% ഒക്കെയാണ് അവർക്ക് അനുവദിച്ചതിൽ അവർക്ക് വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞത്. അത് ചിലത് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ട് വന്നത്, രണ്ടാമത്തെ കാര്യക്ഷമം അല്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് വന്ന്, എന്നാൽ ചുരുക്കം ചില പഞ്ചായത്തുകൾ വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഇലക്ഷന്റെ സമയത്ത് ചർച്ചയാകേണ്ടത് എന്നുണ്ടായിരിക്കെ അത്തരം ചർച്ചയെല്ലാം മാക്സിമം മറച്ചു പിടിക്കുന്ന വിവാദങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ വിജയിച്ചു എന്നുള്ളതാണ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വിജയമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ വിവാദങ്ങൾ ഏതെങ്കിലും സമയത്ത് തളർന്നു പോകുന്ന സമയത്ത്, അത് ഭരണപക്ഷമാണേലും പ്രതിപക്ഷമാണേലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കൃത്യമായിട്ട് അതിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു കാര്യം. ഇപ്പോ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭരണപക്ഷത്തെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുകൊണ്ട് ഭരണപക്ഷം ഇട്ടുകൊടുത്തിരുന്ന ചൂണ്ടയിൽ കൊത്തുകയും ആ ചൂണ്ടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, അതുപോലെ വേറൊരു സംശയമാണ്. ഇപ്പൊ ഈ ഇതുപോലുള്ള വിവാദങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കാൻ കാരണം മറ്റ് ചില, അതായത് ഇവരുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നും, ഇതിന് മുന്നത്തെ ഇലക്ഷനിൽ നിന്നായിക്കോട്ടെ, പല പ്രഖ്യാപനങ്ങളും നടക്കാതെ പോയതിൽ നിന്നും, അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം മദ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൾക്കാരൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത്. എത്രത്തോളം മദ്യവർജനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്ന കേസാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകാതിരിക്കാനുള്ള ഒരു ഗൂഢ നീക്കം ഇതിന് പിന്നിൽ ഉണ്ടായി എന്ന് നമുക്ക് സംശയിക്കേണ്ടിയുണ്ടോ?
തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഈ പറഞ്ഞതിനെ കുറിച്ച് കേരളത്തിലെ റോഡുകൾ അമേരിക്കയിലെ റോഡുകൾക്ക് തുല്യമായി എന്നും ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നുവെന്നും ഈ നമ്മളുടെ മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് പറയുന്നു എന്ന് നമ്മളോട് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. പക്ഷെ ആ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കേരളത്തിലാണ് മനുഷ്യർ റോഡിലൂടെ, പണിയുന്ന റോഡിലൂടെ, റോഡിന്റെ സൈഡിലൂടെ, ഇല്ലെങ്കിൽ നമുക്ക് റീലിട്ട് ഏറ്റവും വലിയ റോഡുകൾ എന്ന് പറഞ്ഞ റോഡിന്റെ അരികത്തൂടെ പോകാൻ വേണ്ടി വരെ മനുഷ്യർ പേടിക്കുന്ന രീതിയിലേക്കുള്ള റോഡുകളായി മാറിയിരിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തില് മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു റോഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിഞ്ഞോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പല ആളുകളോട് വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ കുണ്ടിലും കുഴിയിലും ചാടിയിട്ട് എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് പല ആളുകളും ചോദിക്കുക. അപ്പോ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശപ്പെടുത്തുന്ന, വേദന ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോ റോഡുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മദ്യത്തിന്റെ വിനിയോഗവും ഉപയോഗവും അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാര് ആ മദ്യത്തിന്റെ വിനിയോഗവും ഉപയോഗവും കുറച്ചില്ല എന്ന് മാത്രമല്ല, ഘട്ടം ഘട്ടമായി ബാറുകളുടെ എണ്ണം കൂട്ടുകയും ബിവറേജസുകൾ സ്ഥാപിക്കുകയും മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുകയും മദ്യ ഫാക്ടറികൾ തന്നെ നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് മുൻപോട്ട് വെച്ചിരുന്ന അധികാരത്തിൽ വരാൻ വേണ്ടി കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളെ അക്കമിട്ട് നിരത്തി ഒന്നുപോലും പാലിച്ചില്ല എന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ ജനത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ട പ്രതിപക്ഷവും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണപക്ഷവും. ഈ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊക്കെ പറയുമ്പോ ഈ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ട്, BJP ഭരിക്കുന്നുണ്ട്. അങ്ങനെ പലരും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ കേരളത്തിലുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഏത് രീതിയിൽ അവര് പരാജയമുണ്ടായി, ഏത് രീതിയിൽ വിജയിച്ചു, ഏതെല്ലാം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുവന്നു, അത് പറയാനുമുള്ള അവസരം തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചില പഞ്ചായത്തുകളൊക്കെ അറിയാം, വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ച പഞ്ചായത്തുകളുണ്ട്. ചില മുനിസിപ്പാലിറ്റികൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ മുനിസിപ്പാലിറ്റികളുണ്ട്. അതും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്ത് ചെയ്തു, ഈ വിവാദങ്ങള് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വിവാദം കൊണ്ടുവരുന്നു, ആ വിവാദത്തിന്റെ പറ്റം പിടിച്ച് വിവാദത്തിന്റെ കൂടെ നടന്ന് ഇല്ലെ വിവാദത്തെ ഉയർത്തിപ്പിടിച്ച് ഇവിടെ ചർച്ചയാകേണ്ട 100% കാര്യങ്ങളെയും തമസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത, അത് ജനാധിപത്യത്തിൽ ഒട്ടും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, അനാരോഗ്യകരമായ കാര്യമാണ്. ഇത് കണ്ട് വളരുന്ന, ശീലിക്കുന്ന അടുത്ത തലമുറ എന്ന് പറയുന്നത് അവര് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെ ഇല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായ ജനാധിപത്യ പ്രക്രിയയിൽ കണ്ണിചേരാൻ പോലും താല്പര്യം കാണിക്കാത്ത ആളുകളായി മാറുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ് അച്ഛാ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും എല്ലാ വർഷവും വർഷാവർഷവും ഇലക്ഷൻ നടക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായി തന്നെ നമ്മുടെ നാടെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴത്തേ നാട് മുഴുവൻ കൊണ്ടുപിടിച്ച പരിപാടികളാണ്. അതെ, വികസനങ്ങൾ കൊണ്ട് നിറയുവാണ്. എല്ലായിടത്തും റോഡ് പണി നടക്കുന്നു, പാലം പണി നടക്കുന്നു. അപ്പം എന്തായാലും അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഇലക്ഷന്റെ സമയത്ത് മാത്രം ചില കാര്യങ്ങൾ പൊങ്ങി വരും. പക്ഷേ സത്യത്തിൽ ഈ പണികളൊന്നും നടക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഇലക്ഷന്റെ ഒരു സമയത്ത് പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്തു. അതായത് പണ്ടൊക്കെ ഈ കുറച്ച് കുഴിയായി കിടക്കുന്നതൊക്കെ ഈ ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണേലും ഒക്കെ ശരിയാക്കുമായിരുന്നു. ഞാൻ പല ആളുകളോടും ചോദിച്ചപ്പോ, പ്രത്യേകിച്ച് പഞ്ചായത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഫണ്ടേ ഇല്ല എന്നാ പറയണേ. പിന്നെ എവിടുന്ന് കൊണ്ടുവന്ന് ശരിയാക്കും? ഈ ചെളിമണ്ണിട്ടോ കളിമണ്ണിട്ടോ അത് ശരിയാക്കാനായിട്ട് പറ്റില്ലല്ലോ. അതായത് ടാറും കോൺക്രീറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മളുടെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ മുന്നണികൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം.